AKG സെന്റർ ആക്രമണം നടന്ന 2-ാം ദിവസം തന്നെ പോലീസിന് വ്യക്തമായ സൂചനകൾ കിട്ടിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ജൂൺ 30 രാത്രി 11:23 11:24 ഇടയിലായിരുന്നു AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. AKG സെന്ററിൽ നിന്നും പുറത്തുവിട്ട CCTV ദൃശ്യത്തിന് പുറമെ വ്യക്തമായ CCTV ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും സംശയമുല എത്തിയത് തട്ടുകടക്കാരനിലേക്ക്. സംഭവം നടന്ന രാത്രി 11:30 ഇടയിൽ 7 തവണയാണ് ഇയാൾ AKG സെന്ററിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചു പോയത്. വെള്ളമെടുക്കാനാണെന്നാണ് പോലീസിനോട് വിശദീകരിച്ചതെങ്കിലും നിങ്ങൾ ആലോചിക്കണം, കുറച്ചുകൂടി ഉണ്ട് എൻ്റെ വോയിസ് ഓവർ. ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ അന്ന് ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അയാളുടെ വാർത്തയായി കൊടുത്തതാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധമുണ്ടോ? കള്ളം പറയുക എന്നതാണ്. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവരാണ്. മാധ്യമങ്ങൾ കള്ളങ്ങൾ തുറന്നു കാട്ടേണ്ടവരാണ്. പക്ഷെ മലയാള മാധ്യമങ്ങൾ തുടർച്ചയായി കളവ് മാത്രം പറയുന്നവരായി മാറി. ഏറെക്കാലമായി മലയാള മാധ്യമങ്ങളുടെ ഒരു ഋതം അത് നെഗറ്റീവാണ്, വിവാദങ്ങളാണ്. ആ വിവാദ പരിസരമാണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ടോണെന്നോ ഋതമെന്നോ എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു വിവാദങ്ങളില്ലാത്ത, പാരസ്പര്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയുന്ന കുറേ ദിവസങ്ങളായിരുന്നു വയനാട് എപ്പിസോഡിൻ്റെ കാലത്തുണ്ടായത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷവും ഗവൺമെൻറ്റും തമ്മിലും ഏതാണ്ട് നല്ല ഐക്യത്തിൽ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വളരെ പ്രൊഡക്റ്റീവ്, എല്ലാ അർത്ഥത്തിലും നമുക്കങ്ങനെ പറയാൻ കഴിയും. CMDRFിനെതിരെ ചില കോണുകളിൽ നിന്ന് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ച് CMDRFിലേക്കും വലിയ തുക ഒഴുകിയെത്തുന്ന നിലയുണ്ടായി. 50 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും ഈ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഒരു തരത്തിലും പൊട്ടുന്നില്ലല്ലോ എന്ന് കണ്ടിട്ടാകും ഒരു സംഘം മാധ്യമങ്ങൾ വളരെ ആസൂത്രിതമായി തീരുമാനിച്ചുറപ്പിച്ച് എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസാക്കി ചിത്രീകരിച്ച് വ്യാജമായ വാർത്തകൾ മലയാളത്തിൽ പടച്ചുവിട്ടത്. ഇതിനെതിരെ ഒരു യുവജന സംഘടന എന്ന നിലയിൽ DYFI കേരളത്തിൽ വളരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുത്തത്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്കെതിരെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരിക എന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൻ്റെ നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാനാകില്ല. മാധ്യമങ്ങൾ വിമർശിപ്പിക്കപ്പെടുന്നു എന്നതിനപ്പുറത്ത് പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലും, പ്രതിഷേധങ്ങൾക്ക് അർഹമായി മാധ്യമങ്ങൾ മാറുന്നത് ഒരു സമൂഹത്തിൻ്റെ പോസിറ്റീവ് സൈനായി നമുക്കൊരിക്കലും കാണാനാകില്ല. എന്താണ് മലയാള മാധ്യമങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും എൻ്റെ വിമർശനവും, ഞങ്ങളുടെ വിമർശനം, DYFIയുടെ വിമർശനം? മലയാള മാധ്യമങ്ങൾക്ക് സ്ഥായിയായ 2 പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ആരോപിക്കാൻ കഴിയും എന്താണ് എൻ്റെ പക്ഷം. അതിലൊന്ന് ഏറ്റവും ശക്തമായ ഇടതുവിരുദ്ധതയാണ്. രണ്ടാമതൊന്ന് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള കടുത്ത കിടമത്സരം. ഇത് രണ്ടും ഏറ്റവും പുതിയ അപകടകരമായ ഒരു കാര്യമായി കാണിക്കണം. ഇടതുവിരുദ്ധത എന്ന് പറയുന്നത് 1957 മുതൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇടതുവിരുദ്ധതയുണ്ട്. ആ ഇടതുവിരുദ്ധത 2021 തുടർഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധിത വീര്യത്തോടെ ആഞ്ഞു വീശുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇടതുവിരുദ്ധത പണ്ടേയുണ്ട്. അതോടൊപ്പം മലയാള മാധ്യമങ്ങൾ തമ്മിലുള്ള, മാധ്യമങ്ങളെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട കിടമത്സരം അതൊരു പുതിയ പ്രവണതയാണ്. സ്ഥായിയായ ഇടതുവിരുദ്ധതയും ഈ പുതിയ കിടമത്സരവും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോൾ അപകടകരമായ ഒരു കൂട്ടായി അത് മാറുകയാണ്. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട പ്രവണതകൾ നിരന്തരം അതൊരു ന്യൂട്രലായി മാറി. അതിലൊരു പ്രവണത കള്ളം പറയുക എന്നതാണ്. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവരാണ്.
മാധ്യമങ്ങൾ കള്ളങ്ങൾ തുറന്നു കാട്ടേണ്ടവരാണ്. പക്ഷെ മലയാള മാധ്യമങ്ങൾ തുടർച്ചയായി കളവ് മാത്രം പറയുന്നവരായി മാറി. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ സെമിനാറിലേക്ക് വന്നപ്പോൾ വെറുതെ ഒന്ന് എടുത്തപ്പോൾ കിട്ടിയ കുറേ കളവുകൾ ഈ സമീപകാലത്ത് വന്നതാണ്. ഓമനക്കുട്ടൻ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് ഓമനക്കുട്ടനിൽ തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ഓമനക്കുട്ടനെതിരായ വാർത്ത മലയാള മാധ്യമങ്ങൾ, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പടച്ചുവിട്ട വലിയ കള്ളമായിരുന്നു. ഓമനക്കുട്ടനിൽ തുടങ്ങുന്ന ഈ പട്ടിക, ഓമനക്കുട്ടനിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ പട്ടിക ഇങ്ങോട്ട് വരുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ PA ഒരു നിയമന തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ പടച്ചുവിട്ടൊരു കള്ളാണ്. എത്ര ദിവസമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്കെടുത്തത്? എത്ര ദിവസമാണ്, എത്ര ബുള്ളറ്റിനുകളിലാണ്, എത്ര എയർ ടൈമാണ് ഈ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ വിപണനം ചെയ്തത്? അടുത്ത് നോക്കൂ, AKG സെൻറ്റർ. AKG സെൻറ്ററിൻ്റെ അന്വേഷണം ഇങ്ങനെ പാതി വഴിയിൽ നിന്നു പോയിരിക്കുകയാണ്. ആ AKG സെൻറ്ററിൻ്റെ അന്വേഷണം ഇനി നടക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? നോക്കൂ ഈ വാർത്ത. സെന്റർ ആക്രമണ കേസിലെ പ്രതിക്കും സഹായിക്കുമുള്ള CPM ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം പോലീസ് തന്നെ അട്ടിമറിച്ചെന്ന് സൂചന. സെന്ററിന് മുന്നിലൂടെ നിരവധി തവണ പോയ തട്ടുകടക്കാരൻ പ്രതിയുടെ സഹായിയാണെന്ന് സംശയം ഉയർന്നിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആ വഴിക്കുള്ള അന്വേഷണം നിർത്തിയെന്നാണ് ആക്ഷേപം. അന്വേഷണം ബോധപൂർവം വഴിതിരിച്ചു വിട്ട ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് വിവരം. AKG സെന്റർ ആക്രമണം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസിന് വ്യക്തമായ സൂചനകൾ കിട്ടിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ജൂൺ 30 രാത്രി 11:23 11:24 ഇടയിലായിരുന്നു AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. AKG സെന്ററിൽ നിന്നും പുറത്തുവിട്ട CCTV ദൃശ്യത്തിന് പുറമെ വ്യക്തമായ CCTV ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും സംശയമുല എത്തിയത് തട്ടുകടക്കാരനിലേക്ക്. സംഭവം നടന്ന രാത്രി 9:50 11:30 ഇടയിൽ 7 തവണയാണ് ഇയാൾ AKG സെന്ററിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചു പോയത്. വെള്ളമെടുക്കാനാണെന്നാണ് പോലീസിനോട് വിശദീകരിച്ചതെങ്കിലും സ്കൂട്ടറിൽ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ടായിരുന്നത് ഒരു തവണ മാത്രമല്ല. സ്ഫോടനം നടന്ന ഉടൻ AKG സെന്ററിന് മുന്നിലൂടെ പോകുമ്പോൾ പോലീസും ആൾക്കൂട്ടവും ഉണ്ടായിട്ടും ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങോട്ട് പോവാണ്. ഞാൻ അതിന്റെ ഒരു എത്തിച്ചു നൽകി അയാൾ എറിയുകയായിരുന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത്. തട്ടുകടക്കാരന്റെ പ്രാദേശിക CPM ബന്ധം തിരിച്ചറിഞ്ഞതോടെ ആ വഴിക്കുള്ള അന്വേഷണം നിർത്താൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചു. തട്ടുകടക്കാരന്റെ ഫോൺ രേഖ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധനയ്ക്ക് വിടാതെ ഒളിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കണം, കുറച്ചുകൂടി ഉണ്ട് അതിന്റെ വോയിസ് ഓവർ. ഏഷ്യാനെറ്റിന്റെ ചാനലിൽ അന്ന് ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അയാളുടെ വാർത്തയായി കൊടുത്തതാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധമുണ്ടോ? ഇത് സത്യമാണോ കള്ളമാണോ? ഏത് കാറ്റഗറിയിലാണ് പെടുത്താവുന്നത്? ലക്ഷണമൊത്ത കള്ളം. മാധ്യമങ്ങൾ സത്യം പറയേണ്ടവർ കള്ളം പടച്ചെടുത്ത് ഒരു കള്ളം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. എന്താ പറയാൻ ശ്രമിച്ചത്? കേരളത്തിലെ AKG സെൻറ്റർ എന്ന CPIM-ൻ്റെ ആസ്ഥാന കേന്ദ്രം, ഹെഡ്ക്വാർട്ടർ, ആ ഹെഡ്ക്വാർട്ടർ ആക്രമിച്ച കേസിൽ യഥാർത്ഥത്തിൽ CPM തന്നെ ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണെന്നും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ ഭരിക്കുമ്പോൾ അതിൻ്റെ ആഭ്യന്തര വകുപ്പ് അത് തിരിച്ചറിഞ്ഞ് ആ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. പേരിന് വേണ്ടി അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. പിന്നീട് യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ലേ? ആർക്കാണ് ബന്ധമെന്ന് തെളിഞ്ഞില്ലേ? ഈ വാർത്ത പ്രക്ഷേപണം ചെയ്ത ചാനൽ, ഈ റിപ്പോർട്ടർ വേറൊരു സ്ഥാപനത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, പണിയെടുക്കുന്നുണ്ട്. ഈ മാധ്യമ സ്ഥാപനം ഇപ്പോഴും ജീവനോടെയുണ്ട്. 30 വയസ്സ് ഇന്നലെ ആഘോഷിക്കുകയും ചെയ്തു. പിറന്നാൾ ആഘോഷത്തിനിടയിലെങ്കിലും ഈ കൊടുത്ത വാർത്ത തെറ്റായി പോയി എന്ന് പറയാൻ എന്തേ നാവുയരാത്തത്? കള്ളം മാത്രം പറയുന്നു എന്നതിൻ്റെ തെളിവാണ്. തീരുന്നില്ല. ഹൃദ്യം പദ്ധതി ഏതാണ്ട് റിപ്പോർട്ടർ TVയുടെ അവരുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം എന്ന നിലയിലാണ് ആ
ക്യാമ്പയിൻ ഏറ്റെടുത്തത്. അവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഹൃദയം പദ്ധതി എന്തായിരുന്നു? ശ്രീചിത്രയെ പോലും ഒഴിവാക്കി എന്നതായിരുന്നു സ്റ്റോറി. ശ്രീചിത്ര സ്വയം ഒഴിഞ്ഞു പോയതായിരുന്നു. ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങേറ്റത്തെ കള്ളം, ഒരു കള്ളം 3-4 ദിവസം ആ കള്ളം പ്രക്ഷേപണം ചെയ്യുന്നു, പിന്നെ ആ കള്ളം അവിടെ ഇട്ടേച്ച് പോകുന്നു. അതിന്മേൽ തിരുത്തലില്ല, മാപ്പില്ല. തെറ്റായ ആ വാർത്ത അവരുടെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ ഡിലീറ്റും ചെയ്യുന്നില്ല. AKI സെന്ററിന്റെ ഈ വാർത്ത ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ. ഹൃദയത്തിന്റെ വാർത്തകൾ അവിടെ കിടപ്പുണ്ട്. വരുന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇത് കാണും. എത്ര കാലം കഴിഞ്ഞാലും എത്ര പേരിലേക്കാണ് കള്ളം ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുക? ലോക കേരള സഭയുടെ എഡിഷൻ ന്യൂയോർക്കിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ വേദി പങ്കിടാൻ 82 ലക്ഷം രൂപ കൊടുക്കണമെന്നായിരുന്നു ഒരു കള്ളം. സമീപകാലത്ത് വന്ന കള്ളമാണ് K-ഫോൺ. K-ഫോണിനെ സംബന്ധിച്ച് എത്രയെത്ര വാർത്തകളാണ് ഒരാഴ്ചക്കിടയിൽ, 1-2 ആഴ്ചക്കിടയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുമിച്ച് എടുത്ത് പുറത്തുവിട്ടത്. ഒട്ടനവധി വാർത്തകൾ. എന്നിട്ട് അതിൻ്റെ കാര്യത്തിൽ എന്ത് പറ്റി? എന്തെല്ലാം കാര്യങ്ങളാണ് അന്ന് കൊടുത്ത വാർത്തകൾ? K-ഫോൺ കരാറിൽ 36 കോടിയുടെ നഷ്ടമെന്ന് CAG. ഒരു ദിവസത്തെ വാർത്തയാണ്. നിങ്ങൾ നോക്കൂ, K-ഫോൺ കരാറിൽ സർക്കാരിന് നഷ്ടം 36 കോടി. VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുള്ള വാർത്തയാണ്. K-ഫോൺ അഴിമതിയിൽ നേട്ടമുണ്ടായത് ആർക്ക്? അന്നത്തെ കൗണ്ടർ പോയിന്റ് ഡിസ്കഷൻ്റെ തലക്കെട്ടാണ്. ഇങ്ങനെ പോവുകയാണ് ഒട്ടനവധി കാര്യങ്ങൾ. ഇൻ്റർനെറ്റ് കിട്ടാത്ത സ്ഥലങ്ങളില്ലേ ആദ്യം K-ഫോൺ സേവനം നൽകേണ്ടത്? ന്യൂസ് അവറിൻ്റെ ചോദ്യമാണ്. SRITക്ക് മുമ്പിൽ പൂർണ്ണമായും വഴങ്ങി K-ഫോൺ. K-ഫോൺ ടെൻഡർ ഉറപ്പിച്ചതിലും ക്രമക്കേട്. K-ഫോൺ പുറംകരാർ ബംഗളൂരു ആസ്ഥാനത്തുള്ള സ്വകാര്യ കമ്പനിക്ക്. ഇങ്ങനെ ഒട്ടനവധി. K-ഫോൺ എങ്ങുമെത്താതെ ഇഴയുന്നു, 30% മാത്രം പൂർത്തിയായി. ഇങ്ങനെ തുടങ്ങുന്ന നെഗറ്റീവ് സ്റ്റോറികളുടെ ഒരു പരമ്പര വെറുതെ ഒന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒടുവിൽ എന്തായി? ആ K-ഫോൺ സംബന്ധിച്ച് ഈ പറയുന്ന വിവരങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച പ്രതിപക്ഷ നേതാവിന് നല്ല തല്ല് കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്. ഹൈക്കോടതി കടലാസും പരാതികളുമെല്ലാം എടുത്ത് കൊട്ടയിലെറിഞ്ഞു, ചവറ്റ് കൊട്ടയിലെറിഞ്ഞു. ഏതെങ്കിലും ഒരു ചാനൽ VD സതീശൻ്റെ ഹർജി തള്ളിയത് വലിയ വാർത്തയായി പ്രക്ഷേപണം ചെയ്തോ? എന്ത് ചെയ്യാത്തത്? അടുത്ത കള്ളം നോക്കൂ. സഖാവ് P ജയരാജന് ബുള്ളറ്റ് പ്രൂഫിൻ്റെ കാർ. ഓർമ്മയില്ലേ? റിപ്പോർട്ടർ TVയിലെ ഒരു അവതാരക ആ ചാനലിലിരുന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? ആദ്യം വേറെ ആരാണ് പുറത്തുവിടുന്ന വാർത്ത. എന്തൊരു കള്ളായിരുന്നു! ആ കള്ളം പറഞ്ഞതിൽ ഉളുപ്പുണ്ടോ? ആ കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ മണ്ടത്തരങ്ങളിൽ ഉളുപ്പുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ നിങ്ങൾ കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. കള്ളം ഇന്ന് ന്യൂട്രലായി മാറി മലയാള മാധ്യമങ്ങൾക്ക്. കോവിഡ് കൊള്ള 1500 കോടിയുടെ തട്ടിപ്പ് എന്ന് കള്ളം പറഞ്ഞല്ലേ? അതിനുവേണ്ടി കാണിച്ചെന്തൊക്കെയായിരുന്നു? സൺ ഫാർമ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയിരിക്കുന്നു എന്നാണ്. സൺ ഫാർമയിൽ നിന്നല്ല, പലയിടത്തു നിന്നും വാങ്ങി. ഏത് സമയത്ത്? ആദ്യഘട്ടത്തിൽ, ദുരന്തമുഖത്ത്. അതെല്ലാം മറച്ചു വെച്ച് കള്ളങ്ങളുടെ ഘോഷയാത്ര. അതിലെന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ടോ? അതെവിടെയെങ്കിലും ഏതെങ്കിലും കോടതിയിൽ ഒരു നിയമപരമായ സ്ക്രൂട്ടണിക്ക് വസ്തുതയുടെ വെളിച്ചത്തിൽ ഈ പറയുന്ന വാർത്തയ്ക്ക് എന്തെങ്കിലും ഒരിക്കൽ സാധൂകരണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ബോധപൂർവം പടച്ചുണ്ടാക്കുന്ന നുണകളുടെ ഘോഷയാത്രകൾ നിങ്ങൾക്ക് വ്യാപകമായി കാണാൻ കഴിയും. ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തിന് 42 ലക്ഷം. ആലോചിച്ചു. നമ്മളിതിനെ ആലോചിക്കില്ലേ? ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തിന്, ക്ലിഫ് ഹൗസിലല്ല എവിടെ പശുത്തൊഴുത്ത് കിട്ടിയാലും 42 ലക്ഷം. ക്ലിഫ് ഹൗസിൽ ആ കാലയളവിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം കൂടി ഒരുമിച്ചുള്ള ചിലവാണിത്. പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിനെ പശുത്തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അതിനെ ഒരു വാർത്തയായി, നുണയായി, ശുദ്ധാസംബന്ധം പ്രചരിപ്പിച്ച നുണയാണ്. ഇനി വളരെ കൗതുകമായ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് എല്ലാ കാലവും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചൊരു നരേഷൻ എന്തായിരുന്നു?
വികസന വിരുദ്ധരാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചാണ്. ഇനി ഇടതുപക്ഷത്തെ വിമർശന വിരുദ്ധരെന്ന് പറഞ്ഞ് എല്ലാ കാലവും ചാട്ടയെടുത്ത് അടിച്ചിട്ടുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് മനോരമയാണ്. കേരളത്തിൻ്റെ വികസനത്തിനും സംരംഭം കൊണ്ടുവരുന്നതിനും ഇടതുപക്ഷം തടസ്സം നിൽക്കുന്നു എന്ന എത്ര തൊഴിലാളി വിരുദ്ധ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് മലയാള മനോരമയെന്ന് പത്രത്തിലും അവർക്കും ആർക്കൈവ്സിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ വകുപ്പിന്റെ കീഴിൽ സംരംഭക വർഷം എന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. ആദ്യ വർഷം തന്നെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ മലയാള മനോരമ ചാനൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനായിരുന്നു ഇത് തട്ടിപ്പാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ക്യാമ്പയിൻ. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കരുതാ, എത്ര ദിവസമാണ് ആ കള്ളം പറഞ്ഞത്? കേരളത്തിലെ നിക്ഷേപകരെ മോശപ്പെടുത്താൻ ശ്രമിച്ചത്, കേരള ഗവൺമെന്റിനെതിരെ രൂക്ഷമായ അറ്റാക്കുകൾ. ഇപ്പോൾ മനോരമയുടെ നാവെവിടെ? അന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ സംരംഭക വർഷമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രാക്ടീസിംഗ് മോഡലായി ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മനോരമ എന്റെ മിണ്ടുന്നുണ്ടോ? എത്ര ദിവസമാണ്, എത്ര സ്റ്റോറികളായിരുന്നു നിങ്ങൾ പരമ്പരയായിരുന്നു സൃഷ്ടിച്ചത്. ആസൂത്രിതമായ നുണ പറയുക. ആ ആസൂത്രിതമായ നുണ എവിടം വരെ എത്തി? ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എല്ലാറ്റിലേക്കും പോകുന്നില്ല. നുണകൾ മാത്രം പറയുന്നു, കള്ളങ്ങൾ പറയുന്ന മിഷനുകളായി. കള്ളം പറഞ്ഞിട്ടൊരു ഉളുപ്പില്ല. കള്ളം പറയുക, അത് കഴിഞ്ഞ് പിന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. സമീപകാലത്ത് വന്ന വസ്തുതകളിലേക്ക് എവിടെയെങ്കിലും പോയോ? നിങ്ങൾ കൊണ്ടുവന്ന വാർത്ത. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. SFIയും ഗവർണറും പോർമുഖം തീർത്തു ഒരൊറ്റ കാര്യത്തിൽ. എന്തിനായിരുന്നു പോർമുഖം തീർത്തത്? കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളെ ഗവർണർ RSS വൽക്കരണത്തിന് വിധേയമാക്കുന്നു. സിൻഡിക്കേറ്റിലും സെനറ്റിലേക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ നിയമവിരുദ്ധമായി നോമിനേറ്റ് ചെയ്യുന്നു. ഇതായിരുന്നില്ലേ പ്രകോപന കാരണം? കേരളത്തിലെ ഗവർണർക്കെതിരെ SFI വിഖ്യാതമായ പ്രക്ഷോഭത്തിന്, ചരിത്രത്തിൽ നിന്നും ഇടം തേടുന്ന മഹത്തായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. അതൊരു പരിധിവരെ തെരുവ് യുദ്ധത്തിലേക്ക് നീണ്ടു. ആ യുദ്ധമുഖത്ത് നിങ്ങൾ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? ഗവർണറുടെ പക്ഷമായിരുന്നില്ലേ? എന്നാൽ SFI ഉന്നയിച്ച കാര്യങ്ങളാണ് ശരിയെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വിവിധ കേസുകളിൽ ഗവർണർക്ക് കനത്ത തിരിച്ചടിയേറ്റ് SFI ഉന്നയിച്ച ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞില്ലേ? ഞാൻ വിസ്താര ഭയത്താൽ ആ സ്റ്റോറികളുടെ ലിസ്റ്റ് എടുക്കുന്നില്ല, ഞാനത് സമാഹരിച്ച് വെച്ചിരിക്കുക. എത്ര സ്റ്റോറികളാണ് ചെയ്തത് SFIക്കെതിരെ ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട്? ഗവർണർ ഒരു വീരകേസരിയായി അവതരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം RSSന് വേണ്ടി ചെയ്തതാണെന്നും നിയമവിരുദ്ധമാണെന്നുമുള്ള വസ്തുത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചതേയില്ല. ഇനി ഹൈക്കോടതി അത് കണ്ടെത്തിയിട്ട് ആ വിവരം വേണ്ടത്ര പ്രാധാന്യത്തോടെ ഗവർണർ ഇങ്ങനെയാകരുത് എന്ന് പറയാൻ ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡാണ് തയ്യാറായത്? അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്.